ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങിയാലോ? ബാക്കി തരാം. ഇവിടുത്തെ പച്ചരി, ഇതാണ് ഇവിടെ പച്ചരി എന്ന് പറഞ്ഞ് കിട്ടുന്ന സാധനം. നമ്മുടെ നാട്ടിൽ കുറച്ച് നീളമുള്ള അരിയായിരിക്കും, ഇവിടെ ഒരു ഉരുണ്ട അരിയാണ്. ഇതിപ്പം നമുക്കിവിടെ കോമൺ ആയിട്ടുള്ള ലോക്കൽ ഷോപ്പായിട്ടുള്ള ആൽഡിയിൽ, കൗഫറിൽ, കൗഫ്ലാൻഡിൽ, ലിഡിലൊക്കെ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ അളന്നെടുക്കുന്നുണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് ആവില്ലല്ലോ. അപ്പം ഒരു ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഇനി ഞാൻ അരി കഴുകി എടുക്കുവാണ്. അരി നല്ലോണം ഒരു 2-3 വട്ടം കഴുകി എടുക്കണം. തിരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. തീ കത്തിക്കണം, വെച്ചാൽ പോരാ, തീ കത്തിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ പലവട്ടം ഇങ്ങനെ വെച്ചിട്ട് തീ കത്തിക്കാതെ മറന്നുപോയ ഈ സംഭവങ്ങളുണ്ട്. 2 വിസിൽ വെന്ത് കിട്ടാറുണ്ട്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളാവാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പോഴത്തേനും അടുത്ത പാത്രം വെച്ചു. ഇതിനകത്ത് നമുക്ക് ഷുഗർ, അതായത് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. വെള്ളം തട്ടാതെ വേണം നമ്മൾ അതും കാരമലൈസ് ചെയ്യാൻ. അപ്പോൾ കരിഞ്ഞു പോവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ലോ കുക്കായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതിന് അത്യാവശ്യം സമയം വേണം. അതാണ് ഞാൻ ഇപ്പോഴേ പാത്രം അടുപ്പത്തേക്ക് വെച്ചേക്കുന്നത്. കുറച്ച് മധുരമാണ് ഇടുന്നുള്ളൂ. അതായത് ഞാൻ എടുത്ത കപ്പിൽ ഒരു 3/4 കപ്പ് അല്ലെങ്കിൽ 1 കപ്പ് പഞ്ചസാര ഞാൻ ഇടുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണോ വീട്ടിൽ മധുരം കഴിക്കുന്നത് ആ രീതിയിൽ ചെയ്യാം. ഓക്കെ, ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പാത്രത്തിലേക്ക് ഇടണം. അതായത് അതിനകത്തുള്ള വെള്ളം ഒന്ന് വറ്റി. നിങ്ങൾ ചെയ്യുമ്പോഴേ പാത്രം ഒന്ന് തുടച്ചിട്ട് വെക്കാൻ പറ്റുവാണെങ്കിൽ അതാട്ടോ നല്ലത്. ഇതിപ്പോൾ ഞാൻ ഇനി ഇതിനകത്ത് വെള്ളം വറ്റി പഞ്ചസാരയൊക്കെ ഇട്ട് അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുവാണേ. ഞാൻ പഞ്ചസാര ഇട്ടതേ ഉള്ളൂ. പഞ്ചസാര ഇട്ടപ്പോൾ തന്നെ അതൊന്ന് ഉരുകി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ലോണം ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ട് കാരമലൈസ് ചെയ്താൽ മതി. അപ്പം ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗറിലേക്ക് പാൽ അങ്ങനെ ആഡ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പം പാൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അതായത് കിച്ചൺ വെച്ച് പാലാണെങ്കിൽ നിങ്ങൾ ഒരു അരമണിക്കൂർ മുന്നെങ്കിലും പുറത്തെടുത്ത് വെക്കണം. തണുപ്പൊക്കെ ഒന്ന് മാറി നോർമൽ ടെമ്പറേച്ചറിൽ, റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന പാല് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പം പാലൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ഇതിനകത്തേക്ക് ഒരു ചെറിയ സ്പൂണിൽ ഏലക്കാപ്പൊടിയാണ് ഇടുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ ഏലക്ക ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാം, ആവശ്യത്തിന്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഞാൻ ഏലക്കാപ്പൊടി ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിതൊന്ന് ഇട്ടിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇടും. ഓക്കെ, അപ്പം പാലൊക്കെ തിളച്ച് വറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി അതിനകത്തോട്ട് അരിയാണ്, അതായത് നമ്മൾ വേവിച്ച് വെച്ച പച്ചരിയാണ് ഇടാൻ പോകുന്നത്. കുറച്ചിട്ടിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ മൊത്തത്തിൽ നമ്മൾ വേവിച്ച് വെച്ച അരി മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം നല്ലോണം തിളച്ച് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കുറച്ച് തള വന്നുകൊണ്ടിരിക്കട്ടെ, നല്ലോണം ഇളക്കണം. എത്ര നേരം വീട്ടിലൊക്കെ അമ്മയും മമ്മിയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എത്ര നേരം നമ്മൾ പായസം വെക്കുമ്പോൾ ഇളക്കി കൊടുക്കുന്നോ, എത്രത്തോളം അടുപ്പിലിരിക്കുന്നോ അത് ആ പായസത്തിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം അത് വരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയ നെയ്യിലാണ് ഇപ്പം കാഷ്യൂ ഒക്കെ വറുത്തേക്കുന്നത്. അതങ്ങനെ നമ്മൾ പായസത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾ ചൂടായിട്ട് കഴിക്കാം. ഞാൻ കുറച്ച് തണുപ്പിച്ചിട്ടാണ് കഴിക്കുന്നത് എന്തായാലും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പായസം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും വരുന്നത്. ചിലപ്പോൾ കുറച്ച് നേരത്തെ വരും. ഓക്കെ, ബൈ.